ഹായ്, എല്ലാവർക്കും സന്ധ്യാലക്ഷ്മി വേർഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ? അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ എല്ലാ മലക്കറി എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്തുള്ള മലക്കറി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചേനയോ ചേമ്പോ പീയണിക്ക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുരിങ്ങയ്ക്ക ഇഷ്ടമുള്ള മലക്കറികളൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കത്തിരിക്കയും പടവലം, വെള്ളരി, ക്യാരറ്റ്, അമരയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിൽ എല്ലാ മലക്കറി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ ചെറിയ ഉള്ളിയും മല്ലിയിലയും പച്ചമുളകും ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പും 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു നെല്ലിക്ക വലിപ്പം പുളി ഞാൻ അതുപോലെ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ആദ്യം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കടുകൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് സാമ്പാറിൻ്റെ മലക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്കൊന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, ബാക്കി മലക്കറികളൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴത്തേക്കും ഇതുപോലെ വെള്ളമൊക്കെ വരും കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ഒഴിച്ച വെള്ളമൊന്നുമല്ല, നമ്മുടെ മലക്കറിയിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ മലക്കറി പകുതിയോളം കുക്കായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഇനി വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെണ്ടയ്ക്ക ചേർത്തിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചാലോ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ മലക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സമയം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/2 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ, അതാണ് സ്പൂണ് കാണിക്കുന്നത്. ആ സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് വരാനോ മൂത്ത് പോകാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മാത്രം മതിയാവും. അങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് ഇട്ട് വെച്ചിരുന്ന പുളിയുടെ വെള്ളം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചിട്ട് അത് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പരിപ്പ് ഒഴിച്ച് കൊടുക്കാവേ. പരിപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ കറി ഒരു 5 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാത്തത് ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കായപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണത്തിൻ്റെ രുചിക്കും അനുസരിച്ച് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും 2-3 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം.
വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിക്കാം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് നേരെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെയാണോ സാമ്പാർ വയ്ക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ബൈ.